അവൾ ഓരോന്ന് ആലോചിച്ച് കിടന്നതും വേദന കൂടെ എഴുന്നേറ്റിരുന്നു. എന്തുപറ്റി ധോനി, ഉറങ്ങിയില്ലേ? വേദന ഉണ്ടോ? ചൂടുണ്ടോ ബാഗിന്? കുറവാ, ഞാൻ ചൂടാക്കിയിട്ട് വരാം. അതും പറഞ്ഞ് അവൾ എഴുന്നേക്കാൻ നിന്നതും അവൻ അത് വാങ്ങി താഴേക്ക് നടന്നു. പിന്നെ ചൂടാക്കി അവൾ കരയിലേക്ക് കൊണ്ടുവന്നതും വേദനയെടുത്ത് കരുന്ന ധോനിയുടെ അടുത്തിരുന്നു. താൻ കിടക്ക്, ചൂട് പിടിച്ച വേഗം കുറയും. പിന്നെ അവൾ കിടന്നതും അവനും അവളുടെ അരികിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഉറങ്ങിയത് കണ്ടതും അവൻ അവളെ എന്തോ ഒരു പ്രേരണയിൽ അവളെ ചേർത്ത് പിടിച്ച് കിടന്നുറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് ധോനി എഴുന്നേറ്റതും തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ദേവിയെ കണ്ട് അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അറിയാതെ പിടിച്ചതായിരിക്കും സാറ്, പക്ഷെ ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റി, അല്ലെങ്കിൽ ഓരോ ദുസ്വപ്നങ്ങൾ കണ്ട് നെട്ടിണരുമായിരുന്നു. അവൾ പിന്നെ കുറച്ചു നേരം കൂടെ അവൻ്റെ അടുത്ത് കിടന്ന് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് നടന്നു. മോളെ, വേദന എങ്ങനെയുണ്ട്? കുറഞ്ഞ അമ്മച്ചി. എന്നതാ ഈ ചായ കുടിച്ചേ? അമ്മച്ചി കുടിച്ചാ? ഞാൻ കുടിച്ചു. മോൾക്ക് അട ഇഷ്ടമല്ലേ? ഇഷ്ടാ. ഇന്ന് അട ഉണ്ടാക്കാനാണോ അമ്മച്ചി? അതെ, ദേവി നല്ല ഇഷ്ടാ. എന്നാ ഞാൻ ഉണ്ടാക്കാം, എങ്ങത്താ? വേണ്ട, ഇന്ന് മോള് റെസ്റ്റ് എടുക്കും. എന്താ ഇവിടെ, നിന്റെ വേദന കുറഞ്ഞു? ഇന്നും കൂടെ റെസ്റ്റ് കൊടുത്ത് ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? വേദനയില്ല സാർ, അതുകൊണ്ടാ. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. അമ്മച്ചി പറഞ്ഞ പോലെ ഇന്ന് അടുക്കളയിൽ കയറണ്ട. എന്താ എല്ലാവരും അടുക്കളയില്? എഴുന്നേറ്റു നീ. ഇന്ന് നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ ചായ? തന്നെ പോയി നീ വാ, ഞാൻ ഏട്ടത്തി കൊണ്ട് പോയിക്കൊണ്ട്. ഏട്ടത്തി ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. കൂടുതൽ തിയേറ്ററിൽ പോലും ഏട്ടത്തി പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കറങ്ങാൻ കൊണ്ടുപോകും. എന്നാ ധോനിമോളെ കൊണ്ട് പോക്കോ. അപ്പൊ ഏട്ടത്തി 10 മണിയാകുമ്പോൾ റെഡി ആയിക്കോ. നമുക്ക് എല്ലായിടത്തും കറങ്ങി രാത്രി വരാം. അവളൊന്നും പറയാതെ ഡേവിയെ നോക്കിയത് ഡേവി പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടത്തിക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയല്ലേ, ഇനി പേടിക്കണ്ട. ആമിയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. ധോനി ഡേവിയെ നോക്കി ചോദിച്ചു. ഡേവി ഒന്നും പറയാതെ മുകളിലേക്ക് പോയി. സാറിന് ഞാൻ ചോദിച്ച ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇച്ചാൻ എന്തൊന്നും പറയാതെ പോയത്? മോള് പോയി ഒന്നുകൂടെ ചോദിച്ചു നോക്ക്. അത് അമ്മച്ചി, ഞാൻ പോയി ചോദിക്ക്, മടിച്ചു നിൽക്കാതെ. പിന്നെ അവൾ വേഗം റൂമിലെത്തിയതും ഡേവി അവളെ നോക്കി. മോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ അറിയാതെ ചോദിച്ചതാ. ധോനി, ഞാൻ ഇന്നലെ എന്താ നിന്നോട് പറഞ്ഞത്? എന്തിന്റെ കാര്യമാ പറയുന്നത്? കുഞ്ഞിന്റെ കാര്യം തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ, കുഞ്ഞിന്റെ മേലെ നിനക്കും എനിക്കും തുല്യ അവകാശം ഉണ്ടാവുക എന്നത്. എന്നിട്ടാണ് മോളെ കൊണ്ടുപോകുന്ന എന്നോട് പെർമിഷൻ ചോദിച്ചത്. ഇപ്പൊ നിന്റെയും കൂടെ മോള് ആമി. എനിക്ക് അവകാശമുള്ള പോലെ നിനക്കുണ്ട്. അതുകൊണ്ട് എന്നോട് ഇനി മോളെ കൊണ്ടുപോകട്ടെ എന്നൊന്നും ചോദിക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. അല്ല, സാറ് വരുന്നില്ലേ? ഇല്ല. പിന്നെ ഡേവി കോൾ വന്ന് ബാൽക്കണിലേക്ക് പോയതും ധോനി, ക്രിസ്റ്റി ആമി മോളെ കളിപ്പിച്ചിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കഴിച്ച് ധോനി റെഡിയാവാനായി ഇറങ്ങി. ധോനി, റെഡിയായി കഴിഞ്ഞു. ദാ ഈ കാർഡ് വെച്ചോ. ഇതെന്തിനാ? സാധനങ്ങളും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കോ. എനിക്ക് വേണ്ട സാർ. പിന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല. അതോർത്ത് ഏട്ടത്തി വിഷമിക്കണ്ട. വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഇച്ചാനെ തന്നേക്ക്. ദാ ഇതിലെ മുഴുവൻ കഴിക്കരുത്, നിന്റെ ആവശ്യത്തിന് വാങ്ങി. എനിക്ക് അമ്മച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചായം പേടിക്കണ്ട. പിന്നെ അവർ ഇറങ്ങി ആദ്യം പാർക്കിലോ മറ്റു സ്ഥലങ്ങളിലും പോയി ഉച്ചയുടെ മാളിലെത്തി. എഴുതി എന്താ കഴിക്കാൻ വേണ്ടി? എന്തായാലും കുഴപ്പമില്ല. എന്നാ ബർഗറും KFCയും പറയട്ടെ? അതൊക്കെ എന്താ? ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ ഉണ്ട്. അതും ഒരു ബിരിയാണിയും ഓർഡർ ചെയ്യാം. എടുത്തേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് കഴിക്കാലോ. പിന്നെ ഓർഡർ കൊടുത്താലും എത്തിയതും ധോനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ നേട്ടത്തേക്ക് വാങ്ങിത്തന്ന് ഞാൻ പരിചയപ്പെടുത്താം, അതിലൂടെ എനിക്കും കഴിക്കാം. പിന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചുറ്റിക്കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ കയറി. ഏട്ടത്തേക്ക് എടുക്ക്. പിന്നെ അവൾ ഒരു ചുരിദാർ വില കുറവിന്റെ കൊണ്ടുവന്നത് ക്രിസ്റ്റി ആമിയെ പിടിച്ച് അവൾ ദേഷ്യത്തിൽ നോക്കി. ഇതെടുക്കാനാണ് ഇത്ര നേരം? വില കുറവിന്റെ ഇവിടെ ഇല്ല, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ഇത് കിട്ടാൻ. എന്റെ ഏട്ടത്തിന്റെ വില കുറവിന്റെ കാര്യം നോക്കുന്നേ. എനിക്ക് ഇതൊക്കെ മതി. ഡാ, ഹിച്ചാൻ എത്തിയോ? നോക്ക്, ഡ്രസ്സ് ഏട്ടത്തി എടുത്തത്. ധോനി, പോയി കുറച്ച് ഡ്രസ്സ് എടുക്ക്. എനിക്ക് വേണ്ട സാർ. ഇവളോട് പറഞ്ഞ കേൾക്കില്ല, ഇങ്ങ് വാ. പിന്നെ ഡേവി തന്നെ 7 ജോഡി ഡ്രസ്സ് എടുത്തു. എല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞതും അവളുടെ കണ്ണു മിഴിഞ്ഞു. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സാന്ദ്ര ദേഷ്യത്തിൽ വിറച്ചു. അവൾക്കെതിരെ ഡേവി സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നത് ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ പോകുന്നത്. ഡേവി അവളെ സ്നേഹിച്ചു തുടങ്ങി. അത് തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ തിരികെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ലീനയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയണം. അതുപോലെ ആ വീട്ടിൽ ഞാൻ കയറിയാൽ അവളെ പറഞ്ഞുവിടാൻ ഞാൻ തന്നെ മതി. പിന്നെ സാന്ദ്ര അവരെ ഒന്നുകൂടെ നോക്കി ദേഷ്യത്തിൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ലീനയെ വിളിച്ചു. ഹലോ ഏട്ടത്തി, പറ. നീ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. ആൽവിൻ അതിന് വന്നോ? ഇന്ന് രാത്രി എത്തും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പറയാം. ശരി, വെച്ചോ. പിന്നെ ലീനെ കട്ടാക്കി ആൽവിന് കോളാക്കി. ഇച്ചയ, ഇനി മൂവി. ഇച്ചാന് ടിക്കറ്റ് എടുക്കട്ടെ? എടുത്തോ, ഇനി ഒരുമിച്ച് പോവാം. പിന്നെ ടിക്കറ്റ് എടുത്ത് പോപ്കോണും മറ്റും വാങ്ങി ഉള്ളിലേക്ക് കയറി. ഏട്ടത്തി നടുവിലിരുന്നു. പിന്നെ ധോനി ഇരുന്നതും അവൾക്ക് ഇരുവശത്തുമായി ക്രിസ്ത്യൻ ഡേവി ഇരുന്നു. പിന്നെ പടം തുടങ്ങി കുറിച്ചു കഴിഞ്ഞ് ഡേവി ധോനിയെ നോക്കി. എന്താ ധോനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, തണുക്കുന്നുണ്ടോ? ചെറുതായി. അത് കാണാനുണ്ട്. എന്താ വിറയ്ക്കുന്നത്? പിന്നെ ഡേവി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ അവനെ നോക്കി. എന്താ? ഒന്നുമില്ല. പിന്നെ പടം കഴിയുന്നതുവരെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എടാ, ഇനി കഴിച്ചിട്ട് പോവാം. വീട്ടിലുണ്ടാക്കിയത് വേസ്റ്റ് ആവില്ല. അമ്മച്ചി രാവിലത്തേക്ക് മാത്രമേ എല്ലാവർക്കും ഉള്ളതും ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ക്രിസ്റ്റി പോയി ഓർഡർ കൊടുത്തു. ഹലോ ഡേവി,
ഹായ് മനീഷ്, എപ്പോ അമേരിക്കന്ന് വന്നു? ഇന്നലെ മോർണിംഗ് എത്തി. ഇന്ന് കുട്ടികൾക്കും ഭാര്യയ്ക്കൊപ്പം കുഞ്ഞ് പർച്ചേസിങ് ഇറങ്ങിയതാ. നീ ഒറ്റയ്ക്കുള്ളൂ? നോ, ഇത് അനിയൻ ക്രിസ്റ്റി, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഭാര്യയും കുഞ്ഞും. അത്ര ഡേവി പറഞ്ഞു നിർത്തി ധ്വനി നെട്ടി അവനെ നോക്കി. ഹായ്, പേരെന്താ? ധ്വനി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പർച്ചേസിങ് നടക്കട്ടെ. ഒരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങാം. അമ്മച്ചെ കണ്ട് ഒരുപാടായി. എന്നാ നാളെ വാ, സൺഡേ അല്ലേ, എനിക്ക് ഒഴിവാവും. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. പിന്നെ ക്രിസ്റ്റി ഓർഡർ കൊടുത്തതും ഫുഡ് വന്ന് 3 പേരും കഴിച്ചതും വീട്ടിലേക്ക് തിരിച്ചു. ഇവരെന്താ വരാത്തത്? വേലക്കാരെ കൊണ്ട് കറങ്ങാൻ പോയിരിക്കുന്നത്. അവൾക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്തുവോ? അവർ പോകുന്നറിഞ്ഞെങ്കിൽ കൂടെ പോയിരുന്നു. ഇതിപ്പോ ആണെങ്കിൽ കയ്യിൽ കാശുമില്ല. ഇച്ചാന് സോപ്പിട്ട് നിൽക്കണം. അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കേട്ടതും അവൾ പുറത്തേക്ക് നടന്നു. ക്രിസ്റ്റി, പുറത്തേക്ക് പോകുമ്പോ എന്നോട് പറയാമായിരുന്നില്ലേ? നീ എന്നും പോകുന്നില്ല ഫ്രണ്ടിന്റെ കൂടെ. അത് വിചാരിച്ച് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. ഇതെന്താ ഇതൊക്കെ? നോക്കട്ടെ. നോക്കാനൊന്നുമില്ല. പിന്നെ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയൊന്നുമല്ല, ഇതെല്ലാം ധ്വനി ചേച്ചിക്കുള്ളതാ. ഇവൾക്ക് ഇത്ര അധികം സാധനങ്ങളോ? ഇച്ചാന് വട്ടാണോ ഇവൾക്ക് വില കൂട്ടിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ? നിന്റെ പണം കൊണ്ടല്ലോ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ കൂടുതൽ നീ പറഞ്ഞു പോകണ്ട, മാറി നിൽക്കും. എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ? എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ആരെ? ആൽവിൻ, സാന്ദ്രയുടെ ബ്രദറിനെ. നടക്കില്ല. പിന്നെ അവനെ നിനക്ക് വേണമെങ്കിൽ അവന്റെ കൂടെ ഇറങ്ങിപ്പോക്കൂ. നടക്കില്ല. എന്നെ വെച്ചാൽ നല്ല രീതിയിൽ കെട്ടിച്ചു വിടണം. എനിക്ക് മുതലും തരണം. ഞാൻ കണ്ടുപിടിക്കുന്ന ആളെ നീ കെട്ടിയ നീ പറഞ്ഞ പോലെ ചെയ്യാമായിരുന്നു. പക്ഷെ നിന്റെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ, അതും സാന്ദ്രയുടെ വീട്ടിൽ നിന്നാകുമ്പോൾ ഒരിക്കലും ഞാൻ നടത്തി തരില്ല. ധ്വനി, കുഞ്ഞിനെ കൊണ്ട് നടക്ക്. ഇപ്പൊ ഇച്ചാനിവൾ സെറ്റപ്പായോ? എന്നാലും എങ്ങനെ ഈ നാണില്ലാത്തവൾ എന്റെ ഇച്ചാനിവളുടെ വലയിൽ വീഴ്ത്തി? എന്നെ വീഴ്ത്താൽ നിനക്കെന്താ? പിന്നെ ഇവളെ നീ തരം താഴ്ത്തി നിൽക്കണ്ട. നിന്നെക്കാൾ ഈ വീട്ടിൽ ഇവൾക്ക് അവകാശമുണ്ട്. എന്നെക്കാൾ ഇവൾക്ക് എന്ത് അവകാശം? അതും കൂടെ പറഞ്ഞതാ. എന്റെ ഭാര്യ എന്ന അവകാശം. അത്രയും പറഞ്ഞ് നിർത്തിയത് നീല നെട്ടി നിന്നു. എന്താ ഇച്ചാൻ പറഞ്ഞത്? ഇവൾ ഇച്ചാന്റെ ഭാര്യയാണെന്നോ? അതും പറഞ്ഞ് ലീന ചിരിക്കാൻ തുടങ്ങിയതും ഡേവിദേനയുടെ കഴുത്തിൽ കിട്ടിയ മിന്നെ ഉയർത്തി അത് കണ്ട് ലീന ഞെട്ടി നിന്നു. ഇപ്പൊ വിശ്വാസമായി നിനക്ക്? ഞാൻ വെറുതെ ഒന്നും പറയില്ല, നിനക്കറിയാലോ. ഇച്ചാൻ എന്ത് പണിയെ കാണിച്ചത്? നമ്മുടെ വീട്ടില് ജോലിക്ക് വന്ന് അവളെ ഭാര്യയാക്കിയോ? ഛേ, ഇവളായിരിക്കും ഇച്ചാനും മയക്കെടുത്തിരിക്കാം. ഞാനാ എന്റെ ഇഷ്ടം പറഞ്ഞത്, അവളെ കൂടെ കൂട്ടിയത്. പിന്നെ ഇനി എന്റെ പെണ്ണിയെ നിര നീ അവളെ വിഷമിക്കുന്ന തരത്തിൽ ഓരോന്ന് പറഞ്ഞു ചെന്നാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. സാന്ദ്രേച്ചി ഇച്ചാന്റെ ഭാര്യ, അങ്ങനെ മാത്രം ഞാൻ കാണൂ. അല്ലാതെ ഇവളെ ഞാൻ ഈ വീട്ടിലെ അംഗമായി പോലും കാണില്ല. സാന്ദ്ര ഏത് വകയിലാണ് എന്റെ ഭാര്യയെ വരുന്നത്? അവളായി എനിക്ക് ഒരു ബന്ധവുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. പിന്നെ നീ ആൽവിനെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം അവന്റെ നടപ്പ്. ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. എനിക്ക് അവനെ വേണം. നടക്കില്ല നിന്റെ ആഗ്രഹം. ഇച്ചാൻ പറയുന്നത് നീ കേൾക്ക്. നിനക്ക് നല്ലൊരു ബന്ധം ഇച്ചാൻ കൊണ്ടുതരാം. എനിക്ക് ആൽവിനെ മാത്രം മതി. നാളെ സാന്ദ്രേച്ചും ആൽവിനും വരും എന്നെ പെണ്ണ് ചോദിക്കാൻ. ഈ പാർട്ടിക്കാരൻ ഞാൻ സമ്മതിക്കില്ല. ധ്വനി വാ. ഡേവി ധ്വനിയുടെ കൈ പിടിച്ച് മുകളിലെത്തിയതും അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ബെഡിൽ കിടത്തി അവളെ നോക്കി. നീ എന്താ ഊമയാണോ? ഡേവി സാർ എന്താ അങ്ങനെ ചോദിച്ചത്? അവൾ നിന്നെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ട് നീ മിണ്ടാതെ തലാറ്റി നിൽക്കുകയായിരുന്നല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമായാല് നിനക്കിപ്പോ അവകാശമുണ്ട് ഈ വീട്ടില്. ഈ മിന്നെ നിന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എനിക്കൊപ്പം അമ്മ നീ. അതുകൊണ്ട് എന്ത് പറയാൻ ചെയ്യുന്ന സ്വാതന്ത്ര്യം നിനക്കുണ്ട്, മനസ്സിലായോ? ഇനി അവൾ പറയുന്ന കേട്ട് മിണ്ടാ നിന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. പിന്നെ നാളെ സാന്ദ്ര വരും, അപ്പോഴും മിണ്ടാന്നിരിക്കരുത്, മനസ്സിലായോ? മനസ്സിലായി. നീ എന്താണ് ഇത്ര പാവായത്? ഞാൻ പാവല്ല, അതെനിക്ക് മനസ്സിലായി. അതും പറഞ്ഞ് അവൻ ടവലെടുത്ത് കുളിക്കാൻ കയറിയതും ധ്വനി കുഞ്ഞിന്റെ അടുത്തിരുന്നു. ഈ സമയം ലീന സാന്ദ്രയോട് എങ്ങനെ ഡേവി ധ്വനിയെ കിട്ടിയ കാര്യം പറയുമെന്നോർത്ത് ടെൻഷൻ അടിച്ചിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് വിളിച്ചു. ഹലോ ലീന, എന്തായി? അത് ദേവി സമ്മതിച്ചിട്ടുണ്ടാവില്ലല്ലേ? അത് നമുക്കറിയുന്ന കാര്യല്ലേ. നാളെ ഞങ്ങൾ വരുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട് ലീന, ഞാൻ കുറച്ച് തിരക്കാം, ബാക്കി നാളെ സംസാരിക്കാം. അതും പറഞ്ഞ് സാന്ദ്ര വെച്ചു. ലീന ബെഡിലേക്ക് ഇരുന്നു. ആൽവിനെ കോളാക്കി. ഇയാളെന്താ വരാത്തത്? സാന്ദ്ര മേഡം, ആ ദിനേശൻ കയറി വാ. ഇയാളെ കാത്തിരിക്കായിരുന്നു. അവൾ അവിടെ തന്നെ ഇല്ലേ? ഞാൻ കിടപ്പായത് കൊണ്ട് അവളെ നോക്കി പോവാതിരുന്നതാ. അവിടെ തന്നെ ഉണ്ട്. നാളെ തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകണം. അത് ഞാൻ ഏറ്റു. എനിക്ക് അവളെ വേണം. അല്ല മാഡത്തിന് എന്തിനാ അവളെ? ഞാൻ പെട്ടെന്ന് കൊണ്ട് പോകണമെന്ന് ആഗ്രഹം. എന്റെ ഭർത്താവാണ് ഡേവി. പക്ഷെ നിങ്ങൾ ഡിവോഴ്സ് അല്ലേ? അത് താനെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചപ്പോൾ മേഡത്തെ കുറിച്ച് നന്നായി തിരക്കി. പിന്നെ വേറെ പലതും അറിഞ്ഞു. എന്ന് വെച്ചാ താൻ എന്തോ അർത്ഥം വെച്ച പോലെ പറയുന്ന പോലെ. ക്ലബിൽ പോകുന്ന പരിപാടിയെക്കുറിച്ച് തന്നെയാ ഞങ്ങളും പോവാറുണ്ട്. ദിനേശ് അവൾ ആകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി. സാന്ദ്ര ദേഷ്യം കൊണ്ട് വിറച്ചു. പിന്നെ ദേഷ്യം അടക്കി പിടിച്ചു നിന്നു. ദിനേശ്, നാളെ അപ്പം ഞാൻ വിളിക്കുമ്പോൾ പാലക്ക് തറവാട്ടിലേക്ക് വന്നാൽ മതി. ഇപ്പൊ പോയിക്കോ. പോണോ അതോ ഇവിടെ കൂടണോ? ഇവിടെ ഞാൻ മാത്രമല്ല, പോവാൻ നോക്ക്. അപ്പോഴേക്കും ആൽവിൻ കൂടെ വന്നതും ദിനേശ് ഇറങ്ങി. എന്തായിടാ, ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കിട്ടിയോ? കിട്ടാതെ. പിന്നെ ഇതൊക്കെ കണ്ട ഡേവി അവളെ എനിക്ക് കെട്ടിച്ചു തരികയും ചെയ്യും. ചേച്ചി തിരിച്ച് ആ വീട്ടിലേക്ക് അയറ്റുകയും ചെയ്യും. അത്രയും അവൻ പറഞ്ഞ് നിർത്തിയത്. സാന്ദ്ര നാളെ അവൻ കാത്തിരുന്നു. ഇച്ചായ മതി, സാറ് വീട് വേണ്ട. അപ്പൊ വിളിച്ചോ? എന്ത് ഇച്ചായ എന്ന്? അവൾ വിക്കി വിക്കി ഇച്ചായ എന്ന് വിളിച്ചതും അവൻ അവളുടെ അരികിലേക്ക് നടന്നു. നിനക്കെപ്പോഴും വിക്കല് വന്നത് അത് പെട്ടെന്ന് എന്നെ പേടിയാണോ? ഏയ്. അപ്പൊ ഇല്ലേ?
അവനൊന്നുകൂടെ അടുത്തേക്ക് നീങ്ങി ചോദിച്ചതും അവൾ ബാക്കിലേക്ക് നീങ്ങി ചുമരിൽ തട്ടി നിന്നു. ഇനി എങ്ങോട്ട് പോകാൻ സ്ഥലമില്ല, മതിരി പൊളിച്ച് ഇനി പോണം. അത് പോവോ? സാർ, എനിക്ക് ഉറക്കം വരുന്നു. നിന്ന് വിറക്കാണ്ട് പോയി കിടന്നു. പിന്നെ കുഞ്ഞിനൊരു സൈഡിലായി അവൾ കിടന്നു. ദേവി അപ്പുറത്ത് പോയി കിടന്നു. ധ്വനി, തണുക്കുന്നുണ്ടോ? ചെറുതായി. അപ്പൊ അത് പറഞ്ഞൂടെ, ഈസി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ അവൻ തണുപ്പ് കുറിച്ചതും അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്ന് കുറച്ച് കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് ദേവി എഴുന്നേറ്റിനും കുഞ്ഞിനെയും അവളെയും നോക്കി. ഇന്ന് ഉണരാൻ വൈകിയോ ആള്? ഇനി വയ്യായി എന്തെങ്കിലും? പിന്നെ ഞാൻ അവളുടെ അടുത്തിരുന്ന് നെറ്റിയിൽ കൈവച്ചതും ചൂടില്ലെന്ന് കണ്ട് കൈവച്ച് നെറ്റിയിലെന്ത് തണുപ്പ് തട്ടി അവൾ നെട്ടിയിരുന്നേറ്റു. സോറി, ഞാൻ കാരണം ഉറക്കം മുറിഞ്ഞല്ലേ? അത് നേരം വെളുത്ത് അറിഞ്ഞില്ല. നേരത്തെ എഴുന്നേൽക്കണമെന്നും ഇല്ല. ഇവിടെ ലീന തന്നെ 10 എഴുന്നേൽക്കാൻ, ക്രിസ്റ്റി 12. ഇനി ക്ലാസ് തുടങ്ങിയാൽ മാത്രമേ നേരത്തെ നോക്കിയാൽ മതി. ഞാൻ ഈ സമയത്ത് എഴുന്നേൽക്കാറുള്ളൂ. അതെൻ്റെ വീട്ടിലാണെങ്കിലും ദിനേശേട്ടൻ്റെ വീട്ടിലാണെങ്കിലും പെൺകുട്ടികൾ നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറയാം. വയ്യാതിരുന്നാലും ആ സമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ അടിച്ച് എഴുന്നേൽപ്പിക്കും. അതൊക്കെ ഇനി ഓർക്കേണ്ട, അടഞ്ഞ അധ്യായമാണ്. ഇനി തനിക്കൊരു ബുദ്ധിമുട്ട് പോലും ഇവിടെ ഉണ്ടാവില്ല. അതിന് ഞാൻ ഉറപ്പ് തരാം. കുറച്ചു നേരം കൂടെ കിടന്നോ, ഞാൻ ജോഗിങ്ങിന് പോവാം. എൻ്റെ ഉറക്കം പോയി. എന്നാലും മോൾക്കൊപ്പം കിടന്നോ, ഞാൻ പോയി വരാം. പിന്നെ അവൻ പോയതും ഇങ്ങനെ ഒരു ജീവിതം തന്നതോർത്ത് അവൾ ഈശ്വരനോട് നന്ദി പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നു. പിന്നെ അവൻ തിരിച്ചു വന്നത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ധ്വനിയെ കണ്ട് അവൻ വേഗം ക്യാമറ ഓൺ ചെയ്തു 2 ഫോട്ടോ എടുത്തു. പിന്നെ അവനും കൂടെ ഉള്ളതും.